ഏറ്റവും വലിയ സന്തോഷമായി കണ്ട മക്കൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് താങ്ങാനാവുക ആർക്കാണ് സുഹൃത്തുക്കളെ? ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നത്, ഞാൻ അറിയുന്നത്, ഉമ്മമാരിൽ വലിയൊരു മഹാഭൂരിപക്ഷവും മാനസിക രോഗങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും വിധേയമായത് മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. എന്താ പരിഹാരം സുഹൃത്തുക്കളെ? നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിയന്ത്രിക്കാൻ എന്താ പരിഹാരം? ഒന്നുമില്ല. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ നമുക്കൊരിക്കലും അവരെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. 3 മാസം ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരു കുട്ടിയെക്കുറിച്ചാണ് ഞാൻ കേട്ടത്. 3 മാസം, 5, 6, 8 ദിവസമല്ല, ചെറിയ ഒരു +1 +2 പഠിക്കുന്ന ഒരു പയ്യനെ കൊണ്ടുപോയിട്ട്, എന്നിട്ടോ പ്രതീക്ഷയല്ല തിരിച്ചു കൊണ്ടുവരുമ്പോൾ എങ്ങനെ പ്രതീക്ഷ ഉണ്ടാവും സുഹൃത്തുക്കളെ? അടുത്ത സുഹൃത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അവനത് വാങ്ങി ഉപയോഗിക്കുമെന്ന പേടിയാണ്. നമുക്കൊരു പേടിയും പേടിക്കേണ്ട സുഹൃത്തുക്കളെ. ബോധ്യപ്പെടുത്തി കൊടുത്താൽ മക്കൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. ക്ലാസ്സിലിരിക്കുന്ന പയ്യൻ്റെ കൂടെ ചാറ്റ് ചെയ്ത് പോകുമ്പോൾ അവൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂടെ സഹവസിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഒന്ന് വിളിച്ചൊരു 10 മിനിറ്റ്, മോളെ നിൻ്റെ ജീവിതമാണ് നീ ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി വരുമ്പോൾ കരയാൻ തുടങ്ങും. സർ, ഞാനിനി എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഞാനിനി എന്താ വേണ്ടത്? ഞാൻ പറയും, നിൻ്റെ മാതാപിതാക്കൾക്കു ശേഷം നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമാധാനവും ജീവിതവും നിനക്ക് തരേണ്ടതൊരു ഭർത്താവാണ്. ആ നല്ലൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നിടത്ത് നിനക്ക് കിട്ടുന്ന ഒരു സുവർണാവസരത്തെ നീ ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവിഹിത ബന്ധത്തിലൂടെ എന്ന ആ പെൺകുട്ടിക്ക് മനസ്സിലാവുമ്പോൾ അവൾ മാറും. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മളാണ് ഉത്തരവാദികൾ. ശരിക്കും നമ്മുടെ മക്കൾക്ക് ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു സമയം, ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടില്ലെന്നതാണ്. ഞാനിതൊന്നും വെറുതെ പറയല്ല. ഈ SLC 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ദീർഘമായി നമ്മളുമായിട്ടൊക്കെ ഫോണ് സംസാരിക്കും. എന്തിനാണ് ഫോണ് സംസാരിക്കണ കാര്യങ്ങൾ? ചെറുപ്പത്തിൽ എവിടെയോ അറിയാതെ വന്നുപോയ ചില തെറ്റുകൾ, സ്വകാര്യ ജീവിതത്തിൽ ചില വൈകല്യങ്ങൾ, ലൈംഗികമായ ചില ദുസ്വഭാവങ്ങൾ, അതൊന്നും വാപ്പനോടും ഉമ്മനോടും പറഞ്ഞ് പരിഹരിക്കാൻ പറ്റൂല. അപ്പോൾ ഒരു സ്വകാര്യമായി ഫോൺ വിളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നിർത്തിക്കിട്ടാൻ എന്താണ് പരിഹാരം എന്ന് മക്കൾ ചോദിക്കും. എന്താ ചോദിക്കാൻ കാരണം? ഞാൻ ഇങ്ങനെ മരിച്ചു പോയാൽ എൻ്റെ പരലോകം എന്താകും എന്നൊരു കൗമാരപ്രായത്തിലെ കുട്ടിക്ക് തോന്നണമെങ്കിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്താണ് സുഹൃത്തുക്കളെ